ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ധർമ്മം ക്ഷയിക്കുമ്പോൾ, അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ, ഈ സമയത്താണല്ലോ ഭഗവാന്റെ അവതാരം. അങ്ങനെ ഒരു 1200 വർഷം മുമ്പാണ് സാക്ഷാ ഭഗവാൻ തന്നെ കാലടിയിൽ അവതരിച്ചു. അതാണ് ശങ്കരാചാര്യര് എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെ അവതാര പുരുഷൻ, അവർക്ക് ജന്മനാ തന്നെ എല്ലാ അറിവും ഉണ്ടാവും. എങ്കിലും ലോകസമ്പ്രദായം അനുസരിച്ച് ഒരു ഗുരുവിൻ്റെ ഇന്ന് ഉപദേശമെല്ലാം വാങ്ങിക്കുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവതാര പുരുഷന്മാർക്ക് പോലും പൂർണ്ണത വരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാ ദിക്കിലും സഞ്ചരിച്ച് അനവധി ശിഷ്യന്മാരോടുകൂടി പല ദിക്കിലും വേദങ്ങൾ ശാസ്ത്രങ്ങളൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള സദസ്സിൽ ചെന്ന് വേദത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ്, വേദാന്തം, വേദത്തിൻ്റെ ആത്യന്തികമായിട്ട് സന്ദേശം എന്താണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ സംശയമൊക്കെ തീർന്നു. അവർ തെറ്റിദ്ധാരണയൊക്കെ പോയി. അവർ വിശ്വസിച്ചിരുന്നേർന്ന് അവിടെയുള്ള തെറ്റുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി. അവരെല്ലാം പണ്ഡിതന്മാരെല്ലാം ആചാര്യസ്വാമികളുടെ ശിഷ്യന്മാരായിട്ട് സഞ്ചരിക്കാം. കാരണം ഭാരതത്തിലെ എല്ലാ ദിക്കിലും സഞ്ചരിച്ചു. ഭാരതത്തിൻ്റെ 4 ഭാഗത്തായിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ചു. ശൃംഗേരി, ദ്വാരക, ബദരി, പുരി, ഇങ്ങനെ 4 ദിക്കിൽ. അവിടെയൊക്കെ തൻ്റെ ശിഷ്യന്മാരെ, പ്രധാന ശിഷ്യന്മാരെ അവിടെയൊക്കെ അധിപതിയായിട്ട് ഇരുത്തി. അങ്ങനെ ഉപാസനകൾ, ക്ഷേത്രങ്ങളുടെ ആവശ്യം എന്താണെന്നും അതിൻ്റെ ഉപാസനകളും ഉയർന്ന പദവിക്ക് എത്താൻ കഴിയാത്തവർക്ക് ക്രമത്തിലെത്താൻ വേണ്ടി ധ്യാന ശ്ലോകങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവതാര കൃത്യങ്ങൾ കഴിഞ്ഞ് തൃശ്ശൂരിൽ വടക്കനാഥനിലാണ് സമാധി. അവിടെ ആ സ്ഥാനം ഇന്നും പോയി നോക്കിയാൽ കാണാം, ശംഖചക്രസ്ഥാനം. അങ്ങനെ ഗുരുവിൻ്റെ അംഗീതമനുസരിച്ച് ശിഷ്യന്മാർ സുരേശ്വരർ ആചാര്യർ, പത്മപാദാചാര്യർ, അതുപോലെ തന്നെ തോടക ആചാര്യർ, ഇവരൊക്കെയാണ് ഒരു സ്ഥാനം. അവിടെയൊക്കെ മഠങ്ങൾ പെടും. 4 ആളുകളുണ്ട്. അവർ 4 മഠങ്ങളാണ് തൃശ്ശൂരിൽ പെടുന്നത്. അതിൽ നടുവൽ മഠത്തിൻ്റെ സ്ഥാപകനാണ് ശൃംഗേരിയിലെ ആദ്യത്തെ സ്ഥാപകനായിരുന്ന സുരേശ്വരാചാര്യർ. തെക്കേ മഠം പത്മപാദാചാര്യരുടെ. അതുപോലെ തന്നെ ഇടയിൽ ഒരു മഠം ഉണ്ടായിരുന്നു. അതിപ്പോൾ അത് തൃക്കൈക്കാട്ടേക്ക് മാറി, താനൂർ, മലപ്പുറം ജില്ലയിൽ. പിന്നെ ഹസ്താമലകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മഠവും പിന്നീട് സന്യാസി മഠം അല്ലാതമായി വേദപാഠശാലയായിട്ട് മാറി. ഇന്നും തൃശ്ശൂരിൽ അതുണ്ട്. ഇങ്ങനെല്ലാം ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ സുരേശ്വരാചാര്യ അടുക്കുന്നാണ് ആദ്യമായിട്ട് വില്വമംഗലം അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. തൃശ്ശൂരിലെ സ്ഥാപനം ഉണ്ടാക്കിയെങ്കിലും അവിടെ സന്യാസി ഉണ്ടായിരുന്നില്ല. അവിടെ ആദ്യത്തെ സന്യാസിയായിട്ട് അവരോധിച്ചത് ഈ വില്വമംഗലത്തെയാണ്. അദ്ദേഹം കാസർഗോട്ടാണ് അമ്മയുടെ ഗൃഹം. അപ്പോൾ അവിടെ പോയി താമസിച്ചു. ഇവിടെ ഇല്ലത്ത് ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛനമ്മമാരൊക്കെ വിട്ടുപോയി, ധർമ്മപത്നി വിട്ടുപോയി, സന്താനങ്ങളൊന്നുമില്ല. ഇനിയുള്ള കാലം സർവ്വതും ഉപേക്ഷിച്ച് സന്യസിച്ച് ജീവിക്കുക, ലോകനന്മ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച് അനന്തപുരത്ത്, കാസർഗോട്ടുള്ള അനന്തപുരത്ത് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നു. ഭഗവാനെയൊക്കെ പ്രത്യക്ഷമായിട്ട് കാണാം. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ അടുക്ക് വന്ന് ചെറിയ കുട്ടി രൂപത്തിൽ വന്ന് വികൃതി കാണിച്ചപ്പോൾ ഒന്ന് ശാസിച്ചു. ഇനി എന്നെ കാണുമെങ്കിൽ അനന്തങ്കാട്ടിൽ വന്നോളാൻ പറഞ്ഞ് അവിടെ അന്തർധാനം ചെയ്തു. എത്രയോ ആൾക്കാർ ഒന്നിച്ച് അനന്തങ്കാട് അന്വേഷിച്ച് പുറപ്പെട്ട് അങ്ങനെ എത്തിച്ചേരുകയാണ് തിരുവനന്തപുരത്ത്. വലിയ കാടാണ്. അങ്ങനെയാണ് വലിയ കാട്ടിൽ നടുക്ക് ഈ വില്വമംഗലം ആദ്യമായിട്ട് ഭഗവാനെ കണ്ടു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു
എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം. വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്നാണ്. അങ്ങനെയുള്ള രൂപത്തിൽ ദർശനം കൊടുത്തു. കാട്ടിനടുക്കാണ്. ഭഗവാനെ കണ്ടാൽ ഇപ്പം പൂജിക്കണ്ടേ. കാട്ടിൽ നിന്ന് കിട്ടിയ ചില മാങ്ങയൊക്കെ ആയിട്ട് പൂജിച്ചു, പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തു. ഒന്നിച്ചു വന്ന ആളുകളെ ഇവിടെ വലിയ ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. വലിയ പ്രഭുക്കന്മാരെയൊക്കെ അതിൻ്റെ ചുമലൊക്കെ ഏൽപ്പിച്ചു. അങ്ങനെ വില്വമംഗലം ആണ് അതിനെ സ്ഥാപിച്ചത്. ആ വില്വമംഗലം പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ സമാധിയായി. ആ സമാധി ഇവിടെ ഭൂമി ദാനം ചെയ്ത് ആ സമാധിയുടെ മുകളിലാണ് ഇന്ന് കാണുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം. അദ്ദേഹം പൂജിച്ചേർന്ന വിഗ്രഹവും അദ്ദേഹം പൂജിച്ചേർന്ന സാളഗ്രാമമൊക്കെ അവിടെ തന്നെ സ്ഥാപിച്ചു. ആ പീഠത്തിൽ വച്ചിരിക്കുന്നു. അതാണ് ഇന്നും പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വില്വമംഗലത്തിൻ്റെ പ്രാധാന്യം കാരണം അവിടെ എന്തുണ്ട് ആവശ്യമുണ്ടെങ്കിലും സ്വാമിയാരുടെ സാന്നിധ്യം വേണം. വില്വമംഗല സ്വാമിയാരുടെ സാന്നിധ്യം വേണം. അപ്പോൾ വില്വമംഗല പരമ്പരയാണ് നടുവൽ മഠത്തിലെ ആൾക്കാർ തൃശ്ശൂരിലുള്ള. അവിടെയുള്ള സ്വാമിമാരിൽ ഒരാൾ ഇവിടെ വന്ന് താമസിക്കും. ഇത് വില്വമംഗലം താമസിച്ചിരുന്ന മഠമാണ് പുഷ്പാഞ്ജലി സ്വാമിയാരുടെ മഠം, വില്വമംഗലം സ്വാമിയാർ മഠം. എന്ന് മാത്രമല്ല, ക്ഷേത്രത്തിൽ വലിയ അവകാശങ്ങളൊക്കെ സ്വാമിയാർക്കുണ്ട്. അവിടെ എന്തെങ്കിലും വിശേഷ കാര്യം വേണമെന്നുണ്ടെങ്കിൽ സ്വാമിയാരുടെ സാന്നിധ്യം വേണം. പുതിയ മേശാന്തി അവരോധിക്കുക, ഉത്സവത്തിന് അനുജ്ഞ കൊടുക്കൽ, വലിയ കാണിക്ക ആദ്യമായിട്ട് സമർപ്പിക്കൽ, പിന്നെ ഓരോ അയനത്തിൻ്റെ ആരംഭത്തിലൊക്കെ പ്രത്യേകമായിട്ട് ശിവേലിക്ക് അത് നടക്കുന്ന സമയത്ത് കാണിക്ക സമർപ്പിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ചടങ്ങുകളൊക്കെ ഈ സ്വാമിയാരുടെ സാന്നിധ്യം വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതാണ് വില്വമംഗലത്തിൻ്റെ ആ പ്രാധാന്യം. അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലമാണ്. ഇന്നും പലരും വന്ന് ദർശിച്ചു പോകുന്നു ആ പുണ്യസ്ഥലം. അപ്പോൾ ഈ ഇല്ലത്താണോ താമസിച്ചിരുന്നത്? ഈ ഇല്ലം കാണുന്നത് അദ്ദേഹം താമസിച്ച മഠമാണ്, സന്യാസി മഠം. സന്യാസി മഠം. അത് സന്യാസി മഠമാണ്. അതിൻ്റെ ഇല്ലം എടപ്പാൾ ഭാഗത്ത് കൊണ്ടാണ്. സന്യാസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇല്ലമായിട്ടോ ഗൃഹമായിട്ടോ യാതൊരു ബന്ധമില്ല. അങ്ങനെ ഇവിടെ വന്ന് അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്ത് താമസിച്ചിരുന്ന മഠമാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ മഠം. ശരി. ഇന്നും തൃശ്ശൂരും ആ വില്വമംഗലത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരാൾ ഇവിടെ താമസിക്കണം. ദിവസമായിട്ട് പുഷ്പാഞ്ജലിക്ക് പോകണം. വേണ്ട കാര്യങ്ങൾക്കൊക്കെ, പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകണം. ഇതപ്പോൾ ഇനി മുറജപം വരെയാണ്. 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു മുറജപം. അത് 20-ാം തീയതി ആരംഭിക്കും. അതാണ് ഇനി വരാൻ പോകുന്നത്. ശരി. ഇതിലൊക്കെ സ്വാമിയാരുടെ സാന്നിധ്യം. ശരി. നമസ്തേ.